ഓക്കെ. ഏതായാലും തുടങ്ങി വെക്കാം, അപ്പോഴത്തേക്ക് പിന്നെ ഇതാക്കാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഈ പുസ്തകം വായിച്ച ആരെങ്കിലും ഉണ്ടോ? പ്രിയങ്ക വായിച്ചിരുന്നോ? ഈ പുസ്തകം വായിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. വായിച്ചിട്ടുണ്ട്. വായിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ആരെങ്കിലും ഇതിനകത്ത് വായിച്ചിട്ടുണ്ടോ? ലക്ഷ്മിപ്രിയ, പരമേശ്വരൻ സാർ. ഇപ്പോ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറയുന്ന ഒരു പുസ്തകം. കാരണം ഈ ഒരു പുസ്തകത്തെ തേടി ഞാൻ പോകാനുള്ള കാരണം, നമുക്കൊക്കെ ഇന്ന് ഇതിൽ ഏറ്റവും വലിയൊരു തമാശ എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു ട്രെയിനിങ്ങിന്റെ പറഞ്ഞുകൊണ്ട് കുറെ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഒരാൾ റിപ്ലൈ ചെയ്തത്, ഈ പുസ്തകം എന്റെ കൈമേലുണ്ട്, ഞാൻ പകുതി വായിച്ചിട്ടുണ്ടായിരുന്നു, പിന്നീട് വായിക്കാം എന്ന് പറഞ്ഞത് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഈ പുസ്തകം വായിക്കാനും പ്രൊക്രാസ്റ്റിനേഷൻ, ഈ ഒരു പുസ്തകത്തിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ പ്രൊക്രാസ്റ്റിനേഷൻ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം നമ്മളൊക്കെ ഈ പ്രൊക്രാസ്റ്റിനേഷൻ, ഞാനൊക്കെ ഭയങ്കര ഈ പ്രൊക്രാസ്റ്റിനേഷന്റെ ആളായിരുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഒരു പുസ്തകത്തിന്റെ യൂട്യൂബിൽ ഒരു റിവ്യൂ കണ്ടു ഒരു 3-4 വർഷം മുമ്പ്. അപ്പൊ അന്നേരം അതുകൊണ്ടാണ് ഈ ഒരു പുസ്തകത്തെ തേടി പോയത്, ഇതെന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി. ഇപ്പം കണ്ണൂരും ഇവിടെയൊക്കെ അന്വേഷിച്ചു, പുസ്തകം കിട്ടിയില്ല. കൊച്ചി, എറണാകുളത്ത് DC ബുക്സിലൊന്നും ഇല്ല. HNC പോയപ്പോഴാണ് ഈ പുസ്തകം കിട്ടിയത്. കാരണം ഇവിടെയൊക്കെ ചോദിച്ചപ്പോൾ ഈ പുസ്തകത്തിനെ പറ്റി അധികമൊന്നും ആർക്കും അറിയില്ല, ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടോ. കാരണം ഇതിന്റെ പേര് തന്നെ ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ തവളയത്തിൽ നിന്ന് മലയാളത്തിൽ പറയുമ്പോൾ തന്നെ ഇതെന്താണ് ഇങ്ങനെയൊക്കെ എന്നുള്ളൊരു ഇതുണ്ട്. ഈറ്റ് ദാറ്റ് ഫ്രോഗ്, അങ്ങനെ ഒരു പുസ്തകം ഉണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചത്. പക്ഷേ വളരെ മനോഹരമായ ഒരു പുസ്തകമാണ്. ഈ പുസ്തകം കിട്ടിയ ഉടനെ തന്നെ ഞാൻ നോക്കിയത്, ഇത് ആരാണ്, ബ്രിയാൻ ട്രേസി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ്, ഒരു മാനേജ്മെന്റ് കൺസൾട്ടന്റ്, മാനേജ്മെന്റ് വിദഗ്ധൻ എഴുതിയ ഒരു പുസ്തകമാണ് ഈറ്റ് ദാറ്റ് ഫ്രോഗ്. അപ്പോൾ ഇത് കിട്ടിയ ഉടനെ തന്നെ ബ്രിയാൻ ട്രേസി ആരാണ് എന്നുള്ളതാണ് നോക്കിയത്. കാരണം നമുക്കറിയാം, നമ്മളൊരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ ഈ ആൾക്കത് പറഞ്ഞു കൊടുക്കാനുള്ള യോഗ്യതയുണ്ടോ നമ്മൾ ആദ്യം നോക്കും. അപ്പൊ ആദ്യം നോക്കിയത് ഈ ബ്രിയാൻ ട്രേസി എന്ന് പറയുന്ന എഴുത്തുകാരന് ഈ പ്രൊക്രാസ്റ്റിനേഷനെ പറ്റി പറയാൻ എങ്ങനെയാണ് ഇദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇദ്ദേഹം പറയാനുള്ള റീസൺ എന്നൊക്കെ. പക്ഷേ ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഇതിൽ ഓരോ ഓരോ വരികളും ചിലപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും, ഇത് നമ്മളെ പറ്റി തന്നെയല്ലേ ഇദ്ദേഹം പറയുന്നത്. ബ്രിയാൻ ട്രേസി നമ്മളെ വീട്ടിനടുത്ത് വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് നമ്മൾ അത്രയും അടുപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. കാരണം അതാണ് ഈ ഒരു പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഇതിലെല്ലാം ഇദ്ദേഹം ഡിസ്കസ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളും എനിക്ക് തോന്നുന്നു ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരുടെയും ഒരേ പ്രശ്നമാണ് എന്ന് തോന്നാറുണ്ട് ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ. ഇദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും സത്യം പറഞ്ഞാൽ ഇത് നമ്മളെ അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു ബ്രിയാൻ ട്രേസി എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പൊ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഞാനൊന്ന് സ്ക്രീൻ ഷെയറും കൂടി ചെയ്യാണ്. ഇത് മലയാളം ഉണ്ടോ സാറേ? ആ, മലയാളം ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് മലയാളം. ആ തവള സ്ക്രീനില് കാണുന്നുണ്ടോ? വേണം കാണുന്നുണ്ടോ? അവിടെ കാണുന്നുണ്ടോ? മലയാളം കണ്ടില്ല. മലയാളം ബുക്ക് കാണിച്ചു തരാം. ഇല്ല അല്ലെ, ഞാൻ ഇതാ ആ തവള കാണുന്നുണ്ടോ ഇപ്പം? ഇതാണ് ആ തവള. ഇത് ചെറിയൊരു പുസ്തകമാണ്. പിന്നെ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ചെറിയ വിലയേ ഉള്ളൂ, 100-120 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഒന്ന് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ഇദ്ദേഹമാണ് ബ്രിയാൻ ട്രേസി. അപ്പൊ നമ്മൾ ബ്രിയാൻ ട്രേസിന്റെ ഇടയ്ക്ക് എന്നാണ് പോയത്. അപ്പൊ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ നോക്കുവാണെങ്കിൽ ഇദ്ദേഹം ഒരു സ്കൂൾ വിദ്യാഭ്യാസം ഒന്നും കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. സ്കൂൾ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്ത പുള്ളി കപ്പലിലൊക്കെ തൊഴിലാളിയായി വർക്ക് ചെയ്തു. പിന്നീട് ഡയറക്റ്റ് സെയിൽസിലൊക്കെ പോയി. ഡയറക്റ്റ് സെയിൽസിലൊക്കെ പോയതിനു ശേഷം
അദ്ദേഹത്തിന് ഒരു പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കൂടെ സെയിൽ ചെയ്യുന്ന ചില ആൾക്കാർ നല്ല പൈസ ഉണ്ടാക്കുന്നത്, ചില ആൾക്കാർ അത് അച്ചീവ് ചെയ്യുന്നില്ല. ഇതിനെപ്പറ്റി അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം, ലക്ഷ്യങ്ങൾ. അദ്ദേഹത്തിന്റെ ഗോൾസ് എന്ന് പറയുന്ന പുസ്തകം വളരെ ഇമ്പോർട്ടന്റ്, അദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർ പീസ് ബുക്കാണ്. ലക്ഷ്യങ്ങൾ എന്ന് പറയുന്ന ഒരു ബുക്കും കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഗോൾസ് പറയുന്ന പുസ്തകം. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായത് ജീവിതത്തിൽ വിജയിച്ചവരൊക്കെ ലക്ഷ്യങ്ങൾ എഴുതി വെച്ചവരാണ് എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം ചെയ്തു, അത് മുതൽ പുള്ളിയും ലക്ഷ്യങ്ങൾ എഴുതി വെക്കാൻ തുടങ്ങി. ഇപ്പോ ആദ്യം ഒരു ടെസ്റ്റിങ്ങിന് പോലെ അദ്ദേഹം എഴുതി വെച്ചപ്പോ അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹത്തിന് എല്ലാ ടാർഗറ്റും അദ്ദേഹം അച്ചീവ് ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോ ഇദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളിലും ശരിക്കും പറഞ്ഞത് ബ്രിയാൻ ട്രേസിന്റെ ബുക്കുകൾ നമ്മൾ വായിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അലസമായിരിക്കുന്ന ഒരു ദിവസമൊക്കെ ആണെങ്കിൽ ബ്രിയാൻ ട്രേസിന്റെ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് നമ്മളെ പണിയെടുക്കാൻ വല്ലാതെ പ്രേരിപ്പിക്കും ആ പുസ്തകങ്ങൾ. കാരണം നമ്മൾ പണിയെടുക്കേണ്ട ആവശ്യകതയെ പറ്റി. കാരണം അദ്ദേഹം പറയുന്നത്, നമ്മൾ പലപ്പോഴും ഈ മോട്ടിവേഷൻ ബുക്കുകൾ വായിക്കുമ്പോൾ നമ്മൾ പറയും അയാൾക്ക് പലതും പറയാം, അയാൾ അതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ബ്രിയാൻ ട്രേസി എന്ന് പറയുന്ന വ്യക്തി ചെയ്ത അനുഭവങ്ങളാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്, അദ്ദേഹം നമുക്കറിയാം മൈക്രോസോഫ്റ്റ്, അങ്ങനെയുള്ള സിറോക്സ്, അങ്ങനെ വലിയ വലിയ IBM, അങ്ങനെ വലിയ വലിയ കമ്പനികളുടെ മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആണ് അദ്ദേഹം. അതായത് സ്കൂൾ വിദ്യാഭ്യാസം പോലും കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടിയ വ്യക്തി കപ്പലിൽ കുറെ കാലം ലേബറായി ജോലി ചെയ്തു. ആ വ്യക്തിയാണ് ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു മാനേജ്മെന്റ് കൺസൾട്ടന്റ്. കാരണം അദ്ദേഹത്തിന്റെ വഴികൾ തന്നെയാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത് ഈ പുസ്തകം മൊത്തം. അപ്പൊ തീർച്ചയായും ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കണം. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് ആ പുസ്തകത്തിലുടനീളം പറയുന്നത് എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമുക്കറിയാം ഫ്രോഗ് എന്ന് പറയുമ്പോൾ ഈ കുട്ടികളെ തവളയിൽ തിന്നണം. എന്താണ് ഈ തവള എന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താണ് ഈ തവള എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? തവളയെ നമ്മൾ പൊതുവെ തിന്നാറില്ല, പക്ഷെ തവളയെ തിന്നാണ് പറയുന്നത്. അപ്പോ എന്താണ് ഈ തവള എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. എന്താണ് തവള എന്ന് ഉദ്ദേശിക്കുന്നത്? തവള ഒരു സാങ്കല്പിക ഒരിതാണ്. പറയാൻ പറ്റുമോ? അവരൊക്കെ പറയുന്നുണ്ടോ? അതൊരു സാങ്കല്പികമായ ഒരു സംഭവമാണ്. അദ്ദേഹം പറയുന്നത് തവള എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കർമ്മം, നമ്മളുടെ ജോലി, ഇതിനൊക്കെ തവള എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നു. അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ മുമ്പിൽ 2 തവളയെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും വൃത്തികെട്ട തവളയെ നിങ്ങൾ ആദ്യം തിന്നണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ 2 തവളയെ കിട്ടുകയാണെങ്കിൽ സുന്ദരിയായ തവളയെ തിന്നാൻ പാടില്ല, ആദ്യം ഏറ്റവും വൃത്തികെട്ട തവളയെ ഫസ്റ്റ് കഴിക്കണം എന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ മുമ്പിൽ 2 ജോലികൾ നമ്മളുടെ മുമ്പിൽ വരികയാണെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലിനെയാണ് അദ്ദേഹം വൃത്തികെട്ട തവള ഉദ്ദേശിക്കുന്നത്. ആ വൃത്തികെട്ട തവളയെ ആദ്യം കഴിക്കണം എന്നാണ് ആദ്യം പറഞ്ഞത്. അതായത് വൃത്തികെട്ട തവളയെ നമ്മൾ ആദ്യം കഴിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോകും. ഇപ്പൊ നിങ്ങൾ തന്നെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മളൊരു ദിവസം രാവിലെ ഓഫീസിൽ പോകുമ്പോൾ നമുക്കറിയാം ഇന്ന് കുറേ കാലമായിട്ട് നമ്മൾ മാറ്റിവെച്ച ചില ജോലികൾ ഉണ്ടാകും. അയ്യോ ഇപ്പൊ പ്രയാസമാണ്, പിന്നെ ചെയ്യാം. പക്ഷെ കുറെ ചെറിയ ചെറിയ ജോലികൾ നമ്മൾ ചെയ്തു തീർക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ ആ ചെറിയ ചെറിയ ജോലികൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു കുറ്റബോധമോ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. കാരണം ആ വലിയൊരു ജോലി പെൻഡിങ്ങിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്, അപ്പൊ അത് തീർക്കണ്ടേ എന്നുള്ളൊരു ഒരു ചോദ്യം. അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ലേ? പക്ഷെ അത് നിങ്ങൾ ചെയ്തു തീർക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു കാം ആൻഡ് ക്വയറ്റ്നസ്സും മറ്റുള്ള ജോലികൾ ഈസി ആയിട്ട് ചെയ്യാനൊക്കെ തോന്നും. അത് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അതായത് പ്രധാനപ്പെട്ട ഒരു ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ, ബാക്കിയുള്ള സമയങ്ങളിൽ ഇനി അത്രക്ക് ടഫ് ഇല്ലാത്ത ജോലിയാണ് പെൻഡിങ് എങ്കിൽ നമുക്ക് ആ ദിവസം ഒരു ഉത്സാഹമൊക്കെ ഉണ്ടാവാറില്ലേ? അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായില്ലായിരിക്കും? ഉണ്ടാവാറില്ലേ? അതൊന്ന് നോക്കണം. ഉണ്ടാവാറുണ്ട് അല്ലെ? നമ്മളൊരു മെയിൻ ജോലികൾ നമ്മളൊരു ദിവസം ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമ്മളുടെ മറ്റുള്ള തീർക്കേണ്ട ചെറിയ ചെറിയ ജോലികൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു ശാന്തമായ വിധത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യാറ്? പക്ഷേ നമ്മൾ ആദ്യം ചെറിയ ചെറിയ ജോലികളൊക്കെ തീർക്കും. ആ ഉച്ചക്ക് ശേഷം ആട്ടെ അത് പിന്നെ വേറൊരു ദിവസത്തേക്ക് മാറ്റും. പിന്നെ നമ്മൾ ഉച്ചക്ക് ഒരു എക്സ്ക്യൂസ് കണ്ടുപിടിക്കും, ഏതായാലും ഉച്ചയായില്ലേ ഇനിയിപ്പോ നാളത്തേക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കും. അങ്ങനെയാണ് ഉണ്ടാവാറ്. അദ്ദേഹം പറയുന്നു, ആദ്യം നമ്മുടെ പ്രധാനപ്പെട്ട ജോലികൾ, ഏറ്റവും പ്രയാസമുള്ള ജോലികൾ നമ്മൾ
ഇത് ചെയ്യണം, ആദ്യം നമ്മളത് ചെയ്യണം എന്ന് പറയുന്നത്. ഇതില് അതാണ് ഈ തവള എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും വൃത്തികെട്ട തവള നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ആ ബാക്കിയുള്ള ദിവസങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നത് ഞാൻ പറയും. അപ്പൊ ഇതില് സെറ്റ് ടേബിൾ പറയുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മൾ തവളയെ പ്രധാനപ്പെട്ടതാണോ അല്ല ബുദ്ധിമുട്ടുള്ളതാണോ? പ്രധാനപ്പെട്ടത്, അതായത് ബുദ്ധിമുട്ട് എന്നല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഡ്യൂട്ടിയിൽ മിക്കപ്പോഴും ക്ലിയർ ആണില്ല സാറേ, നെറ്റ് ഇഷ്യൂസ് ഉണ്ട്. ബുദ്ധിമുട്ടുള്ളതായിരിക്കും അല്ലെ ജോലി, അത് കുറച്ച് ബുദ്ധിമുട്ട്. കേൾക്കുന്നില്ലേ? നേരത്തെ ക്ലിയർ ആയിരുന്നില്ല, നെറ്റ് ഇഷ്യൂസ് ഉള്ള പോലെ. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെയാണ്, ഇപ്പൊ ഓക്കെയാണ്. അതായത് നമ്മളെ പ്രധാനപ്പെട്ട ജോലികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എന്റെ കരിയറിന് പിന്നെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ, ഇപ്പൊ ഞാനൊരു അക്കൗണ്ട്സ് മാനേജർ ആണെങ്കിൽ ഞാൻ ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല ഒരു അക്കൗണ്ട്സ് ക്ലർക്കിന്റെ ജോലി ചെയ്ത് സമയം കളയാൻ പാടില്ല. കാരണം ഞാൻ ചിലപ്പോ കമ്പനിയുടെ പിന്നെ ഹൈ മാനേജ്മെന്റിന് റിപ്പോർട്ടുകൾ കൊടുക്കല്, അതായിരിക്കാം എന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോലി. പക്ഷെ ഞാൻ പലപ്പോഴും അതിന്റെ റിപ്പോർട്ട് തെറ്റിപ്പോവോ എന്നൊക്കെ കരുതി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാകാം, മാറ്റി ആ ദിവസം വെക്കുന്നുണ്ടാകാം ആ ജോലി. പക്ഷെ അത് ആയിരിക്കണം എന്റെ എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ടാസ്ക് എന്നുള്ളത് ഒരു സെയിൽസ് മാനേജറെ സംബന്ധിച്ച്. അപ്പൊ സെയിൽസ് മാനേജർ ഒരിക്കലും ഈ പുസ്തകം പിന്നീടുള്ള ഇതിൽ പറയുന്നുണ്ട്, ഒരിക്കലും ഇത് ചെയ്യാൻ വേണ്ടി പാടില്ല. ഒരു സെയിൽസ് ട്രെയിനിന്റെയോ അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെയോ ജോലി ചെയ്ത് സമയം കളയാൻ പാടില്ല. അവർക്ക് അവരുടേതായ ജോലികൾ ഉണ്ടാകാം. അത് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മളത് മാറ്റി വെക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം. ചിലപ്പോ പിന്നെ അത് അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ലേ? ഉണ്ടാവാറില്ല അങ്ങനെ? അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യണം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ഏത് തവളയാണ് ഇന്ന് തിന്നേണ്ടത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഇമ്പോർട്ടന്റ് ടാസ്ക് അത് എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, രാവിലെ എഴുന്നേറ്റ് ഉടനെ, അല്ലെങ്കിൽ ഇന്ന് കുറെ കാലമായി പെൻഡിങ് വെച്ചിട്ട് ജോലിയുണ്ട്, അത് ചെയ്യാൻ നമ്മൾ പലപ്പോഴും പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പെർഫെക്ഷനിസം ആകാനും ഒക്കെ ആയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ടാവും. പക്ഷെ അത് തുടങ്ങണം. നമുക്കറിയാം പല ജോലികളും നമ്മൾ മാറ്റിവെച്ച പല ജോലികളും തുടങ്ങാനേ ബുദ്ധിമുട്ടുണ്ടാവും. തുടങ്ങി കഴിയുമ്പോൾ പലപ്പോഴും നമുക്കറിയാം ഈ ജോലിയാണോ ഞാൻ ഇത്രയും കാലം മാറ്റി വെച്ചതെന്ന്. അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. തുടങ്ങി കഴിഞ്ഞാല് നമുക്കറിയാം പല ജോലികളും നമ്മൾ വിചാരിച്ചത്ര പ്രയാസമുള്ള ജോലികളായിരിക്കില്ല. പലതും എന്തായിരിക്കും, നമ്മൾ തുടങ്ങി കഴിയുമ്പോൾ നമ്മൾക്ക് ഈസി ആയിട്ടൊക്കെ തീർന്നിട്ടുണ്ടാകും. ഇതിനെയായിരിക്കും ചിലപ്പോൾ നമ്മൾ വർഷങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ ആഴ്ചകളോളം ഇതിനെ ഭയന്നിട്ടായിരിക്കും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഭയന്ന കുറെ കാര്യങ്ങളും അതിന്റെ റിയാലിറ്റിയിൽ എത്തുമ്പോൾ അത്രക്കും പ്രശ്നം ഉണ്ടാകാറില്ല അല്ലെ? നമ്മൾ ഇമാജിനേഷൻ ഓവർ തിങ്കിങ് ഒക്കെ കൊണ്ടുപോകും, അത് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് പല കാര്യങ്ങളും നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അത്രക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ലേ? പിന്നെ നമ്മള് പേടിച്ച് ഇയാൾ എന്ത് പ്രതികരിക്കും എന്നൊക്കെ, ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ. പക്ഷെ അവരെ ഡയറക്റ്റ് നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്ത് അത്രയൊന്നും അയാൾ നമ്മളോട് പ്രതികരിച്ചെന്ന് വരില്ല. അത്രയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. അങ്ങനെയൊന്നും എക്സ്പീരിയൻസ് ഉണ്ടായില്ലേ? ഉണ്ടാവാറില്ലേ? ഉണ്ടാവാറുണ്ട്. ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ ഒരു ഗോള് ലക്ഷ്യം സെറ്റ് ചെയ്യുക എന്നാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആ ലക്ഷ്യങ്ങൾ ബ്രിയാൻ ട്രേസിയുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ കഴിവുകൾ അല്ലെങ്കിൽ എന്റെ പാഷൻ നമുക്ക് ചിലപ്പോൾ എനിക്ക് തന്നെ കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നമുക്കങ്ങനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിക്കാം, അല്ലെങ്കിൽ ഭാര്യയോടോ ഭർത്താവിനോടോ പിന്നെ ചോദിക്കാം. അപ്പൊ അവര് പറയും നിങ്ങളുടെ ഇതാണ്, നിങ്ങൾ ചെയ്യും, ഇതാണ് കൂടുതൽ നല്ലത്. അപ്പൊ സ്വയം കണ്ടെത്തുന്നത് ഏറ്റവും ബെറ്റർ. ഇനി നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ, ഇപ്പൊ ചിലവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഏതാണ് എന്റെ പാഷൻ എന്നൊക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത സുഹൃത്തുക്കളോടും അവരോടൊക്കെ ചോദിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥം നമ്മൾ ഏത് തവളയാണോ തിന്നേണ്ടത് എന്നുള്ളത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ആ തവളയെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് എഴുതി വെക്കണം. ബ്രിയാൻ ട്രേസി വളരെ ക്ലിയർ എല്ലാ പുസ്തകങ്ങളിലും. പക്ഷെ അത് കറക്റ്റ് കൂടി ചെയ്യുകയാണെങ്കിൽ പിന്നീട് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ അത് പിന്നീട് ടാസ്കുകളായിട്ട് നമ്മൾ മാറ്റണം അല്ലെ? ഗോൾ സെറ്റിങ്സ്, നമ്മളൊരു ലക്ഷ്യം ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ട ഒരുപാട് ടാസ്കുകളായിട്ട് നമ്മൾ തരംതിരിക്കണം. ആ ടാസ്കുകൾ പലപ്പോഴും പലർക്കും ഈ ടാസ്കുകളും ലക്ഷ്യങ്ങളും കൺഫ്യൂഷനാണ്. ഇപ്പം എന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം എന്നാണെങ്കിൽ
ഞാൻ CA ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നത് ഒരു ലക്ഷ്യമല്ല, അത് അല്ലെങ്കിൽ ഞാൻ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഒരു ലക്ഷ്യമല്ല, അത് അതിന്റെ ഒരു ടാസ്ക് മാത്രമാണ്. പക്ഷെ പലപ്പോഴും ടാസ്കുകളും ലക്ഷ്യങ്ങളും പലർക്കും കൺഫ്യൂഷൻ ആണ്. അപ്പൊ ഈ ലക്ഷ്യം ഫിക്സ് ചെയ്താൽ അതിനെ ടാസ്കുകളാക്കി മാറ്റുക, ഏതൊക്കെ മെറ്റീരിയലുകൾ നമുക്ക് അവൈലബിൾ ആണ് ഈ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി അതൊക്കെ നമ്മൾ ശേഖരിക്കുക. ഓരോ ദിവസവും ഒരു ചെറിയ സ്റ്റെപ്പ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഈ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യണം. പിന്നീട് നമ്മൾ ഒരു ആഴ്ചക്കോ മന്ത്ലിയോ ഒക്കെ നമ്മൾ ഈ ലക്ഷ്യങ്ങളെ ഇവാലുവേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഗോൾസ് എന്ന് പറയുന്ന പുസ്തകവും ഈ ഇൻ ദാറ്റ് ഫ്രോഗ് പോലെ തന്നെ ആ ഗോൾസ് എന്ന് പറയുന്നതിലും ഇതിനും മലയാളമൊക്കെ ഉണ്ട്. അതിൽ അദ്ദേഹം നമ്മളുടെ ഓരോ മേഖലയും, ഫിനാൻസിന്റെ കാര്യത്തിലായാലും ഹെൽത്തിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ കാര്യത്തിലായാലും, അതിൽ ഓരോ മേഖലയിലും നമ്മൾ എങ്ങനെ ലക്ഷ്യങ്ങൾ ഫിക്സ് ചെയ്യണം എന്നുള്ളത് വളരെ മനോഹരമായിട്ട് പറയുന്ന ഒരു ബുക്കാണ് ഗോൾസ് എന്നുള്ള ബുക്ക്. പറ്റുമെങ്കിൽ അതും ഒന്ന് വായിക്കണം. പിന്നെ അദ്ദേഹം നമ്മളോട് പറയുന്നത് നമ്മളുടെ ദിവസങ്ങൾ, നമ്മൾ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. ഇതില് പിന്നെ ടു ഡു ലിസ്റ്റ് നമ്മൾ ഒരു ദിവസത്തിന് മുമ്പായിട്ട് നാളത്തെ കാര്യങ്ങൾ ഇന്ന് ഈവനിങ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യുകയാണെങ്കിൽ അത്രക്ക് നല്ലതാണ്. നമ്മളുടെ എക്സ്പീരിയൻസ് തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ 4 മണിക്ക് ഞാനൊരു അലാറം വെച്ചു. ഓക്കെ, ഇപ്പോ 4 മണിക്ക് അലാറം വെച്ച് ഞങ്ങൾക്ക് ഈ ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ ഈ 4 മണിക്ക് അലാറം അടിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ തോന്നും എന്തിനാ ഞാൻ 4 മണിക്ക് എണീക്കുന്നത്. അപ്പോ നമ്മളെ മൈൻഡ് തന്നെ പറയും 4 മണിക്ക് എണീച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, 5:30 വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, 6 മണിയായാലും പ്രോബ്ലം, പിന്നെ ഒരു ഉറങ്ങാനൊക്കെ പിന്നെ എണീക്കും 7:30 8 മണിക്ക്. ഇതേ മൈൻഡ് തന്നെ നമ്മളോട് 8 മണിക്ക് എണീച്ചാൽ നമ്മളെ കുറ്റവും പറയും, 4 മണിക്ക് എണീക്കാനല്ലേ ഉദ്ദേശിച്ചത്. അപ്പൊ അതിന് പകരം നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 10 മണി 10:30 കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നാളെ ചെയ്യേണ്ടതിന്റെ ഒരു ടു ഡു ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ 4 മണിക്ക് എണീച്ച് കുറച്ച് മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ അങ്ങനത്തെ പ്രാക്ടീസ്, ഇതൊക്കെ നമ്മൾ ടു ഡു ലിസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ 4 മണിക്ക് അലാറം അടിക്കുമ്പോൾ നമ്മളെ മൈൻഡ് നമ്മളോട് പറയും കുറെ കാര്യങ്ങൾ ചെയ്യാൻ, പിന്നെ നമ്മൾ കിടക്കൂല. അപ്പോ കഴിയുന്നതും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത് എങ്കിൽ നമ്മുടെ ദിവസങ്ങൾ എന്താകും, നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ തന്നെ അദ്ദേഹം നമ്മുടെ എക്സ്പീരിയൻസ് ഇദ്ദേഹം പറയുന്നത് കംപ്ലീറ്റ് കേൾക്കണമെന്നില്ല, നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു പ്രാക്ടിക്കൽ ബുക്ക് കൂടിയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇപ്പൊ 11 മണിക്ക് ഞാനൊരു ടു ഡു ലിസ്റ്റ് പ്രകാരം 11 o'clock ഞാൻ ഇന്ന വർക്ക് ചെയ്യണമെന്ന് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 11 o'clock ആകുമ്പോൾ എന്റെ മൈൻഡ് അലേർട്ട് ആകും ഈ പണി ഞാൻ ചെയ്യണം എന്നുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊന്നും പ്രിപ്പയർ ചെയ്തിട്ടാൻ പറ്റും. അതുകൊണ്ടായല്ലേ കാര്യമായിട്ട് നമുക്കൊരു ലക്ഷ്യം ഇതൊന്നും ഉണ്ടാവില്ല, എന്ത് ചെയ്യണം അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ടുള്ള ദിവസങ്ങളാണ് നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കുന്നത് നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട്. കാരണം നമ്മുടെ മുമ്പിൽ ഒരു ലിസ്റ്റ് ഉണ്ട്, ഇന്ന സമയത്ത് ഞാൻ ഇന്നതാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധവും നമുക്ക് ഉണ്ടാകും. ടു ഡു ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ, അങ്ങനെ ചെയ്താലുള്ള ഗുണങ്ങളൊക്കെ അനുഭവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ചെയ്യാറുണ്ടോ ടു ഡു ലിസ്റ്റ് ഒക്കെ? ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. ഓക്കെ, ഗുഡ്. ഇതിനകത്ത് ചെയ്യാറുണ്ടോ? ഇപ്പൊ ചെയ്യുന്നു. ഏതൊക്കെ ക്ലയന്റിനെ മീറ്റ് ചെയ്യണം, കാരണം അതൊക്കെ നമ്മൾ ഒരു ടു ഡു ലിസ്റ്റ് ഇന്ന ആളെ ഇന്ന സമയത്ത് അങ്ങനെയൊക്കെ നമ്മൾ ഇതാകുവാണെങ്കിൽ, ഒരു ടു ഡു ലിസ്റ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ സമയവും നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൽ 25% നമ്മളൊരു ടു ഡു ലിസ്റ്റ് ചെയ്ത് ഒരു ഇതിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ നമുക്ക് മിനിമം ഒരു 25% എങ്കിലും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നതാണ്. നമ്മൾ ഇന്നൊക്കെ ഒരുപാട്, കാരണം പല ബാഡ് ന്യൂസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമുക്കറിയാം നമ്മുടെ ഫാമിലിയിൽ അധികം സ്പെൻഡ് ചെയ്യാൻ സമയമില്ല, നമ്മൾ വർക്കിൽ ഭയങ്കര ടൈറ്റ് ആണ്. വർക്ക് ലൈഫ് ബാലൻസ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം നമ്മുടെ ജോലിയും ഇമ്പോർട്ടന്റ് ആണ്. ഈ പുസ്തകത്തിന്റെ ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബ്രിയാൻ ട്രേസി പറയുന്ന ഒരു കാര്യം, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, അതായത് പിന്നെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ജോലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓഫീസിൽ 9:30 എത്തും. അത് കഴിഞ്ഞ് അടുത്തുള്ള 2-3 ആളോടൊക്കെ സംസാരിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞ് അവിടെ എത്തി ഒരു ചായ കുടിക്കാൻ പോയി, ഒരു കാപ്പി കുടിക്കാൻ പോയി, അങ്ങനെ പിന്നെ അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും സമയങ്ങൾ തള്ളി നീക്കാറ്, നമ്മൾ ടു ഡു ലിസ്റ്റ് ഒന്നും പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ. പക്ഷെ ഇതൊക്കെ ലാസ്റ്റ് എന്ത് ചെയ്യും, വൈകുന്നേരം 5 മണിക്ക് ശേഷം ഇരുന്ന് പണിയെടുക്കും. ശരിക്കും ഇവര് ആ ടൈമിന് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പൊ നാരായണമൂർത്തി അദ്ദേഹത്തിന്റെ ഒരു 5-6 വർഷം മുമ്പാണ് തോന്നുന്നത്, വർഷത്തിന് മുകളിലായി അദ്ദേഹത്തിന്റെ സ്റ്റാഫിന് അയച്ചൊരു മെയിൽ വളരെ ഡിസ്കസ് ചെയ്തൊരു സംഭവമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ലേറ്റ് നൈറ്റ്
വർക്ക് ചെയ്യുന്നവര്. കാരണം നമ്മള് പിന്നെ ആ 5 മണി വരെ നമ്മൾ ചെയ്താൽ, നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് തീർക്കാവുന്ന വർക്കുകളേ ഉള്ളൂ. നമ്മൾ ഉള്ള സമയം എന്ത് ചെയ്യും, നമ്മൾ കുറെ ചായ കുടിക്കാൻ പോകും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ സംസാരിക്കും, അതാകും ഇതാകും, കുറെ സമയം മൊബൈലിൽ ഇതാകും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 8 മണി 9 മണിയൊക്കെ ആകുന്നത് ഓഫീസിൽ ഇറങ്ങാൻ. സൺഡേയും പോയിരിക്കും. പക്ഷേ ഇദ്ദേഹം ബ്രിയാൻ ട്രേസി നമ്മളോട് പറഞ്ഞത് ഈ സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് കുടുംബവുമായി സ്പെൻഡ് ചെയ്യേണ്ട സമയമാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ടു ഡു ലിസ്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഓഫീസിലിരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് അത്രയും സമയം നിങ്ങളുടെ നഷ്ടമാകും. നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ട്, കുടുംബത്തിനോട് ഒരുമിച്ച് ഇരിക്കാനുമുള്ള സമയം കിട്ടും, വർക്കും നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇന്ന് നടക്കുന്ന പല സംഭവങ്ങളും അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും മോളിൽ തട്ടതേ കാണുന്നുള്ളൂ, ലഹരി അത് ഇത് എന്നൊക്കെ. പക്ഷേ പലപ്പോഴും ആ ഫാമിലിയിലുള്ള ഇത് കൂടി അതിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കുടുംബവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെറും ജോലി മാത്രമല്ല, വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായും നമ്മളൊരു ടു ഡു ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യണം. ഇതിൽ ബ്രിയാൻ ട്രേസിയോട് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, എപ്പോഴാണ് നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് വെക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ബ്രിയാൻ ട്രേസി പറഞ്ഞ വളരെ മനോഹരമായ ഒരു മറുപടി, നിങ്ങൾ ഒരു വലിയ കമ്പിന്റെ മേലെ, മുകളിൽ കെട്ടിയ ഒരു കമ്പിന്റെ മേലെ നിങ്ങൾ നടക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ സമയം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചപ്പോ ഞാൻ എല്ലാ സമയവും ഞാൻ ശ്രദ്ധിക്കണം, അല്ലെ? നമ്മൾ മുകളിൽ ഒരു കമ്പ് കിട്ടിയ കമ്പിന്റെ മുകളിലൂടെയാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ ഫുൾ ഫോക്കസ് ചെയ്തിട്ട് നടക്കും. അപ്പൊ അതുപോലെ നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമയത്തല്ല, നമ്മൾ എപ്പോഴും ജോലിയും അതേപോലെ തന്നെ ഫാമിലിയെയും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സോ പ്രോപ്പർ പ്രയർ പ്ലാനിങ് പ്രിവെൻസ് പുവർ പെർഫോമൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഇന്ന് മുതലെങ്കിലും ഒന്ന് ടു ഡു ലിസ്റ്റ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. കഴിയുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് എഴുതുക, നാളത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാൻ നോക്കുക. അപ്പൊ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാകും, നാളെ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്യുന്നു. മൂന്നാമത് അപ്ലൈ ദ 80-20 റൂൾ ടു എവരിതിങ്. കാരണം നമുക്ക് പിന്നെ ഇതും അദ്ദേഹം ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിന് നമ്മൾ 80-20 പ്രിൻസിപ്പിൾ, പാരറ്റോ പ്രിൻസിപ്പിൾ നമ്മൾ ഇതിനെ പറയാറുണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ പല ജോലികൾ നമ്മള് പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട്, ചിലവര് രാവിലെ 6 മണിക്കൊക്കെ പോകും, രാത്രി 9 മണിക്കേ വരാറുള്ളൂ. പക്ഷേ അദ്ദേഹം കാര്യമായൊന്നും സമ്പാദിച്ചില്ല, അങ്ങനെ കഷ്ടപ്പാട് മാത്രമാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സൊസൈറ്റിയിൽ കണ്ടിട്ടുണ്ട്. ഇത് അദ്ദേഹം നമ്മളോട് പറയുന്നത്, ഇപ്പൊ എന്റെ ഒരു വർക്കിന്റെ ഒരു ഇതിൽ തന്നെ നോക്കുവാണെങ്കിൽ, ഇപ്പൊ പാൻ കാർഡ് ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പൊ പാൻ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ചെറിയ ഒരു പ്രൊഫഷണൽ ഫീസ് ഒക്കെ കിട്ടുന്ന ഒരു സംഭവമാണ്. ഞാനിപ്പോ അതിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട്, പാൻ കാർഡ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന വർക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ടഫ് ആയിരിക്കാം. ചിലപ്പോൾ GSTന്റെ ഒരു അസസ്മെന്റ് ചെയ്യൽ കുറച്ച് ടഫ് പരിപാടി ആയിരിക്കാം, പക്ഷെ അതിന്റെ ഇമ്പോർട്ടന്റ് വർക്കുമാണ്. പക്ഷെ ഇത് ഞാൻ മാറ്റി വെക്കുന്നു. ഇതിനായിരിക്കും എനിക്ക് ചിലപ്പോൾ ഒരു 200-500 പാൻ കാർഡ് കിട്ടുന്ന പൈസ എനിക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ടാക്കാം. പക്ഷെ ഞാൻ ഈ സാധനം ചെയ്യുന്നില്ല, എനിക്ക് താല്പര്യം ഈ പാൻ കാർഡ്, ഇതിനകത്ത് എനിക്ക് കുറഞ്ഞ റവന്യൂ തരുള്ളൂ. ഞാൻ രാവിലെയും രാത്രിയും പണിയെടുത്തിട്ട് വെറും പാൻ കാർഡ് മാത്രം ചെയ്തതിന് വല്ല കാര്യമുണ്ട്. അപ്പൊ അദ്ദേഹം നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും 80-20 പ്രിൻസിപ്പിൾ നിങ്ങൾ അപ്ലൈ ചെയ്യണം. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ 20% ക്ലയൻസ് ആയിരിക്കും നിങ്ങളുടെ 80% റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സാധനം എടുത്തോണ്ട് വന്നേ. ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്യണം. അതായത് പിന്നെ നിങ്ങളുടെ 20% നിങ്ങളുടെ ക്ലയൻസ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് തരുന്നുണ്ടാവുക, ഒരു 80% നമുക്ക് നമ്മുടെ റവന്യൂ കോൺട്രിബ്യൂഷൻ തരുക. അപ്പൊ അതേപോലെ നമ്മുടെ പേഴ്സണൽ ലൈഫിലായാലും ഈ നമ്മളുടെ 20% നമ്മളുടെ വർക്കുകളായിരിക്കും ചിലപ്പോൾ 80% സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉണ്ടാവും. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യാറ് 80%, അതായത് നമ്മളുടെ റവന്യൂവില് ചില വർക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാൻ കാർഡ്, ഇത് 80% ഞാൻ ജോലി ചെയ്യുന്നതിലെങ്കിൽ ഇത് എന്റെ റവന്യൂവിൽ 20% മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഞാൻ ഇതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ രാത്രി എല്ലാ സമയവും ഞാൻ എന്ത് ചെയ്യണം, ഞാൻ വർക്ക് ചെയ്യേണ്ടി വരും. പിന്നീട് എന്തുണ്ടാവുന്നില്ല, എനിക്ക് ഫാമിലിയിലും വലിയ ഇൻകം ഉണ്ടാവില്ല, ഞാൻ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും രണ്ടും ഫെയിൽ ആയിട്ട്. ഇതേ തന്നെ 80-20 പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു പുസ്തകമുണ്ട്. പറ്റുമെങ്കിൽ അത് വായിക്കണം. അത് കുറച്ചൊരു മാനേജ്മെന്റ് വിധത്തിലുള്ള ഒരു പുസ്തകമാണ്. ഓരോ ഏരിയയിലും ഈ 80-20 പ്രിൻസിപ്പിൾ എങ്ങനെയാണ് അപ്ലൈ ആകുന്നത് എന്നുള്ളത് ഇതിന്റെ ഒരു ചെറിയൊരു ഷോർട്ട് ഫോം മാത്രമേ പറയുന്നുള്ളൂ.
അത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള 80-20 പ്രിൻസിപ്പിൾ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇതിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. 80-20 പ്രിൻസിപ്പിൾ എന്നുള്ള ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൽ പലതും പറയുന്നുണ്ട്. അതായത് 20% ക്രിമിനൽസ് ആണ് 80% ക്രൈംസ് ഉണ്ടാക്കുന്നത്, 20% ഡ്രൈവേഴ്സ് ആണ് 80% ആക്സിഡന്റ്സ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരുപാട് കമ്പാരിസൺസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇതിൽ പറയുന്നത് നിങ്ങൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളുടെ വർക്കുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഏത് ക്ലയൻസ് ആണ്, അതായത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചില ക്ലയൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചില വർക്കുകൾ ഉണ്ടാകും. അതായിരിക്കാം നമ്മുടെ 80% നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആയാലും 80% നമ്മുടെ റവന്യൂ ജനറേഷനും ആണെങ്കിൽ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതൊന്ന് നോക്കുക. കാരണം അതൊന്ന് നമ്മളിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. ഡിപ്പെൻസ് നമ്മളെ സെയിൽസിലാണെങ്കിൽ ചില കസ്റ്റമറുകൾക്കൊക്കെ പോകുമ്പോൾ നമുക്കറിയാം കുറേ പ്രാവശ്യം പോകുമ്പോൾ ഒരു കാര്യമായിട്ടുള്ള ഇതൊന്നും ഉണ്ടാവില്ല. നാളെ നോക്കാം, മറ്റന്നാൾ നോക്കാം. പക്ഷെ ചിലവര് നന്നായിട്ട് നമുക്ക് ബിസിനസ് തരുന്നവര്, അങ്ങനെയുള്ളവർ ഫോക്കസ് ചെയ്യണം. അത് നമ്മുടെ എക്സ്പീരിയൻസ് വഴി നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് കണ്ടുകൊണ്ടിരുന്നത് മനസ്സിലാവില്ല എങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് വഴി നമുക്ക് മനസ്സിലാകും ഏത് ക്ലയൻസിനെയാണ് ഞാൻ 20%ലേക്ക് പറയാം. ഇനി പ്രാക്ടീസ് ക്രിയേറ്റീവ് പ്രൊക്രാസ്റ്റിനേഷൻ. ഓഡിയോ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? പ്രോബ്ലം ഉണ്ടോ? ഓക്കെ ആണല്ലോ? ഓക്കെ സാറേ. ഓക്കെ. അതായത് പ്രാക്ടീസ് ക്രിയേറ്റീവ് പ്രൊക്രാസ്റ്റിനേഷൻ. ഇതില് ഇദ്ദേഹം നമ്മളോട് പറയുന്നത്, ഇത് ശരിക്കും പറഞ്ഞാല് പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റേണ്ട ഒരു പുസ്തകമാണെങ്കിലും ഇദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യണം എന്ന് പറയുന്നു. അതായത് നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ഇതിന്റെ ഇങ്ങോട്ടേക്ക് പറയുന്നുണ്ട് ABCD റൂള് പ്രകാരമൊക്കെ. ഇപ്പൊ നമ്മള് ടു ഡു ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യും, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോലികൾ നമ്മൾ എന്ത് ചെയ്യണം, A കാറ്റഗറിയിൽ പെടുത്തണം, B ഇതിൽ വേണം. ഈ ഒരു കാര്യം ഇപ്പം സാറ് ചോദിച്ചതുപോലെ ഇമ്പോർട്ടന്റ് ആണോ, അത് നമ്മൾ 7 ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ, ഹൈപ്പർ ഫോക്കസ് എന്ന് പറയുന്ന പുസ്തകം, ഇതിന്റെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഏതാണ് ഇമ്പോർട്ടന്റ്. സ്റ്റീവൻ ആർ കോവെ വളരെ മനോഹരമായിട്ട് പറഞ്ഞ ഒരു സാധനമാണ്. കാരണം ഈ പുസ്തകത്തിൽ അതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് പറയുന്നില്ല, ഏതിനെ ഇമ്പോർട്ടന്റ് ആക്കണം ഏതിനെ അർജന്റ് ആക്കണം എന്നൊന്നും പറയുന്നില്ല. 7 ഹാബിറ്റ്സിൽ അത് നമ്മൾ വേറൊരു ദിവസം ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇദ്ദേഹം നമ്മളോട് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ A കാറ്റഗറിയിൽ പെടുത്തണം. അത്രക്ക് ഇമ്പോർട്ടന്റ് അല്ല അതിന് നമ്മൾ B കാറ്റഗറി, പക്ഷെ അത് ചെയ്യണം B കാറ്റഗറിയിൽ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാനൊരു അക്കൗണ്ട്സ് മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോ ഡിപ്പാർട്ട്മെന്റ് ഒരു നോൺ കാറ്റഗറിയിൽ പെടുത്തണം. അപ്പൊ അതേ ഒരു റിപ്പോർട്ടും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പുറത്തുള്ള ഡിപ്പാർട്ട്മെന്റിനെ കമ്പയർ ചെയ്യും, ഈ രണ്ട് ജോലിയെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻകം ടാക്സ് ചോദിച്ചതാണ് വളരെ ഇമ്പോർട്ടന്റ്, അതിനെ A കാറ്റഗറിയിൽ പെടുത്തണം. ഇത് മാനേജ്മെന്റ് ചോദിച്ചത് ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഇമ്പോർട്ടന്റ്. ഇനി C എന്ന് പറയുന്നത് ക്രിയേറ്റീവ് പ്രൊക്രാസ്റ്റിനേഷൻ. നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സുഹൃത്തിനെ കാണണം, അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, ഒരു ഫ്രണ്ടിന്റെ കൂടെ ലഞ്ച് കഴിക്കാൻ പോകണം, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകണം, അല്ലെങ്കിൽ അതൊക്കെ ചിലപ്പോ നമുക്കിതായിരിക്കും താല്പര്യം കൂടുതൽ. പിന്നെ ഒരു തെയ്യം കാണാൻ പോകണം, നമ്മളെ സംബന്ധിച്ച് ഇതായിരിക്കും നമുക്ക് താല്പര്യം കൂടുതൽ. കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യം. പക്ഷെ ഇങ്ങനെയുള്ള അത് അത്രക്ക് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യാൻ പഠിക്കണം. അതായത് ബ്രിയാൻ ബേസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് D എന്ന് ഉദ്ദേശിക്കുന്നത് ഡെലിഗേഷൻ. എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, എല്ലാം നമ്മളെ തലയിൽ, നമ്മളാണ് യൂണിവേഴ്സിന്റെ ജനറൽ മാനേജർ എന്നുള്ള ചിന്ത നമ്മൾ ഒഴിവാക്കണം. കാരണം എല്ലാം നമ്മളെ കൊണ്ട് ചെയ്താലേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ള ചിന്ത മാറ്റണം. നമ്മൾ എന്ത് ചെയ്യണം, ഡെലിഗേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഈ ഡെലിഗേഷനും 7 ഹാബിറ്റ്സിൽ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഡെലിഗേഷൻ നമ്മൾ ചെയ്യാൻ വേണ്ടി പഠിക്കണം. എന്ന് പറഞ്ഞാൽ എലിമിനേറ്റ് ചെയ്യണം. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേ വേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് മനസ്സിലാക്കും. എലിമിനേറ്റ് ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം എന്ന് പറയുന്നു. അപ്പൊ ചില സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റീവ് പ്രൊക്രാസ്റ്റിനേഷനും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പുസ്തകം ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ABCD മെത്തേഡ്. ഇനി അപ്ലൈ ചെയ്താൽ നമ്മളായിട്ട് ചെയ്ത് തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലെ.
ഇതില് ഇത് ബ്രിയാൻ ട്രേസി ഞാൻ പറഞ്ഞു, അദ്ദേഹം വലിയൊരു മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആണ്, ട്രെയിനറും കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരു സ്ത്രീ അദ്ദേഹവുമായിട്ടൊരു സംസാരിച്ചപ്പോ ബ്രിയാൻ ട്രേസി അവരോട് പറഞ്ഞു, നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾ ഇപ്പം വാങ്ങുന്ന സാലറിന്റെ ഡബിൾ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ സ്ത്രീയെ സമ്മതിച്ചില്ല. സ്ത്രീ തിരിച്ചു പറഞ്ഞത് ഒരിക്കലും സാധ്യമല്ല, കാരണം എന്റെ മാനേജ്മെന്റ് ഞാൻ ചെയ്യുന്ന ജോലിയിൽ തൃപ്തരല്ല, അതുകൊണ്ട് ഒരിക്കലും എനിക്ക് എന്ത് ചെയ്യാൻ സാധ്യതയില്ല, സാലറി ഒന്നും കൂട്ടി കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പൊ ബ്രിയാൻ ട്രേസി അവരുമായിട്ട് കൂടുതൽ സംസാരിച്ചപ്പോ അവർക്ക് അവരോട് ചോദിച്ചു, നിങ്ങൾ എത്ര ജോലികൾ നിങ്ങൾ ചെയ്യാറുണ്ടെന്ന് വെച്ചപ്പോ അവരൊരു ജോലിയുടെ ലിസ്റ്റ് തന്നെ തന്നു. അപ്പൊ ഞാൻ അത് ചെയ്യാറുണ്ട്, ഇത് ചെയ്യാറുണ്ട്. അപ്പൊ ബ്രിയാൻ ട്രേസി പറഞ്ഞു, കാരണം അത് അവര് ചെയ്യേണ്ട ജോലികളല്ല. പക്ഷെ നമ്മൾക്കറിയാം, നമ്മളിപ്പം സെയിൽസ് മാനേജർ ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സെയിൽസ് മാനേജർ ചെയ്യേണ്ട ജോലി ആയിരിക്കും അയാൾ പലപ്പോഴും ചെയ്യുന്നത്. ചിലപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ചില ആളുണ്ട് ബോസിനെ സന്തോഷിപ്പിക്കാനൊക്കെ വേണ്ടി, സാറേ ഞാനത് ചെയ്യാം, എല്ലാ ജോലികളും എന്തെയും സ്വയം അങ്ങ് ഏറ്റെടുക്കും, പിന്നീട് ലാസ്റ്റ് ഒരു റെസിഗ്നേഷൻ കൊടുത്ത് പോവുകയും ചെയ്യും, എനിക്കൊന്നും ചെയ്യാൻ പറ്റും, ഓവർലോഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ബ്രിയാൻ ട്രേസി അവരോട് പറഞ്ഞു, ഇതിന്റെ അകത്ത് നിങ്ങൾ ചെയ്യേണ്ട ആ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോലികൾ അത് നിങ്ങൾ ചെയ്താലേ പറ്റൂ. ഒരു സെയിൽസ് മാനേജറെ സംബന്ധിച്ച് ഇപ്പോ അദ്ദേഹത്തിന് മന്ത്ലി സെയിൽസിന്റെ ബഡ്ജറ്റ്, ടേൺ ഓവർ എത്തിയോ എന്നുള്ളതിന്റെ ഒരു വിശകലനം, ഇതൊക്കെയായിരിക്കും പുള്ളിന്റെ ജോലികൾ. അപ്പൊ നിങ്ങളായിട്ട് അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള 3 ജോലികൾ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നീട് നെക്സ്റ്റ് ഡേ സ്ത്രീ അദ്ദേഹത്തിന്റെ ഡയറക്ടറും ചെയർമാനുമായിട്ട് സംസാരിച്ചു, ഞാൻ ഇത് മാത്രമാണ് ചെയ്യുന്നത്, ഇതിലാണ് ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പൊ അദ്ദേഹവും ചെയർമാനും അത് എഗ്രി ചെയ്തു, കാരണം അയാൾക്കും അറിയാം ഇത് ഇവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. ബാക്കി അദ്ദേഹം വേറെ ആൾക്കാർക്ക് ഡെലിഗേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇയറിൽ കമ്പനിയുടെ ടേൺ ഓവർ ഇംപ്രൂവ് ആയി, കമ്പനിയുടെ പ്രോഫിറ്റ് കൂടി, ഈ സ്ത്രീക്കും നല്ല സാലറി കിട്ടി. ഇപ്പൊ ബ്രിയാൻ ട്രേസി പറയുന്നത് നമ്മളെല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ പേഴ്സണൽ ലൈഫിലായാലും, ഇപ്പം പേഴ്സണൽ ലൈഫിലും ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ഒരിക്കലും മറ്റുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. അത് പേഴ്സണലിലായാലും സൊസൈറ്റിയിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില ജോലികൾ ഉണ്ടാകാം നിങ്ങളുടെ ഓഫീസിൽ, അത് നിങ്ങൾക്കേ പറ്റൂ. അപ്പൊ അങ്ങനെ പ്രധാനപ്പെട്ട 3 ജോലികളിൽ നമ്മൾ ചെയ്താൽ നമ്മൾ ഇമ്പ്രൂവ് ആകും, കമ്പനി ഇമ്പ്രൂവ് ആകും. പലപ്പോഴും പലർക്കും അറിയില്ല എന്തിനാണ് എന്നെ കമ്പനി അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. അത് കാരണം 1 മാസമൊക്കെ കഴിയുമ്പോൾ പലർക്കും സെയിൽസ് മാനേജർക്ക് തന്നെ അറിയില്ല എന്താ ഞാൻ ചെയ്യേണ്ടത്, ഞാൻ പോയിട്ട് കസ്റ്റമറെ കാണുകയാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകും. അപ്പോ ഈ പുസ്തകം നമ്മളോട് പറയുന്നു, നിങ്ങൾ മാത്രമായിട്ട് ചെയ്യേണ്ട ജോലികൾ ഉണ്ടാകാം, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ജോലികൾ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക, അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ കമ്പനിക്കും ഇമ്പ്രൂവ് ആകും, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും ഇമ്പ്രൂവ് ആകും, നിങ്ങളുടെ സൊസൈറ്റിക്കും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, വല്ല കോൺട്രിബ്യൂഷൻസും ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമ്മള് ഇപ്പം അക്കൗണ്ട്സും അതൊക്കെ പഠിച്ചതുകൊണ്ട് ചിലപ്പോ ചില നമ്മുടെ നാട്ടിൽ പല അക്കൗണ്ട്സ് നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അതിന് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയങ്ങളും കിട്ടും, നമുക്ക് നല്ല ജോബിലായാലും നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കിയിരുന്നോ എപ്പോഴെങ്കിലും? പിന്നെ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് ആണ് പ്രിപ്പയർ തറോലി ബിഫോർ യു ബിഗിൻ എന്നുള്ളത്. കാരണം നന്നായി ഒരുങ്ങുക, തുടങ്ങുന്നതിന് മുമ്പ് നന്നായി ഒരുങ്ങുക എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ. അപ്പം ഇതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം സ്ത്രീകളൊക്കെ കുറച്ചുള്ളതാണ്. അപ്പം എനിക്കൊരു സാമ്പാർ വെക്കണം എന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ സാമ്പാർ വെക്കാൻ വേണ്ടി രാവിലെ എടുത്ത് എല്ലാം നോക്കുമ്പോഴായിരിക്കും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇപ്പൊ വെണ്ടക്ക അല്ലെങ്കിൽ തക്കാളി അത് ഇല്ലാന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ സാമ്പാർ വെക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് തുടങ്ങുമായിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, വെണ്ടക്ക ഇല്ലാതെ അല്ലെങ്കിൽ തക്കാളി ഇല്ല, ഇത് നാളെ ആക്കാം സാമ്പാർ എന്ന് വെച്ചിട്ട് ഞാൻ മാറ്റി വെക്കും. അപ്പൊ അതിന് പകരം ഞാൻ നാളെ സാമ്പാർ വെക്കണം എന്ന് വിചാരിച്ച് ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ എല്ലാം അറേഞ്ച്മെന്റ് ചെയ്യുന്നു, തക്കാളി അല്ല വെണ്ടക്ക ഇതൊക്കെ ഞാൻ നോക്കിയിട്ട് ഞാൻ
തീർച്ചയായിട്ടും ഞാൻ അതിന്റെ ഇല്ലാത്ത സാധനങ്ങൾ ഞാൻ പോയി വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും എന്താണ് നെക്സ്റ്റ് ഡേ സാമ്പാർ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, മാറ്റി വെക്കില്ല. കാരണം ഇന്നലെ വൈകുന്നേരം ഞാൻ അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കിയിട്ടുണ്ട്, ഇതുണ്ടോ, അത് അവൈലബിൾ ആണോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ അവൈലബിൾ ആയി ഞാൻ കൺഫേം ചെയ്താല് സാമ്പാർ വെക്കേണ്ട എല്ലാ സാധനവും എന്റെ ടേബിളിൽ ഓക്കെ ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അന്ന് സാമ്പാർ വെച്ചിരിക്കും. അല്ലെങ്കിൽ ഇത് തുടങ്ങുമ്പോഴാണ്, അത് നോക്കിയില്ല, സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് നെക്സ്റ്റ് ഡേയിലേക്ക് മാറ്റും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പല ജോലികൾ. അപ്പം ചില കാര്യങ്ങൾ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും അന്ന് ഓഫീസിൽ പോവാം. അന്നേരമാണ് മനസ്സിലാവുക ഈ പേപ്പർ ഇല്ല, അല്ലെങ്കിൽ അതില്ല, ഇതില്ല. അപ്പൊ ആ ദിവസം കംപ്ലീറ്റ് അങ്ങ് പോയി. കാരണം നമ്മുടെ മൈൻഡ് ചിലപ്പോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക ഈ ജോലി ചെയ്യാം എന്ന് കരുതിയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പൊ അവിടെ എത്തിയാലായിരിക്കും മനസ്സിലാകുന്നുണ്ടാവുക ആ പേപ്പർ മിസ്സാണ്, ഇത് മിസ്സാണ്, അത് മിസ്സാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതേതായാലും ഇത് ചെയ്യണ്ട, ഞാൻ പേപ്പറൊക്കെ വാങ്ങിയിട്ട് അയാളൊക്കെ കോൺടാക്ട് ചെയ്ത് നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി പോകും. പക്ഷേ നിങ്ങൾക്ക് നാളെ ഈ പണി ചെയ്യണം എന്ന് കരുതി നിങ്ങൾ ഇന്ന് വൈകുന്നേരം എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ നിങ്ങൾ വന്നാൽ നിങ്ങളുടെ ടേബിളിൽ ഈ ഒരു സംഭവമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും ആ ജോലി നിങ്ങൾ മാറ്റി വെക്കും. നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ മടി വരില്ല, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്താണ് നമ്മൾ ഈ ടു ഡു ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് തോന്നിയാല് അതിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ഒരുക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യൂല, പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യൂല. അപ്പൊ വീട്ടിലങ്ങനെ കറികളും അതൊക്കെ വെക്കുമ്പോ അല്ലെങ്കിൽ ജോലി ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ നാളെ ഇന്നതാ ചെയ്യേണ്ടത് നോക്കുമ്പോൾ ഇപ്പൊ ഞാനധികം ചില ക്ലയൻസിന്റെ അടുക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ തലേന്ന് വൈകുന്നേരം അവരൊന്ന് കൺഫേം ചെയ്യും. ചിലപ്പോൾ ആദ്യം വിളിച്ചായിരിക്കും, എങ്കിലും തലേന്ന് വൈകുന്നേരം അതൊക്കെ ഓക്കെ ആണെങ്കിൽ ഒന്ന് കൺഫേം ചെയ്യും. അല്ലെങ്കിൽ എന്താ, നാളെ രാവിലെ നമ്മളിപ്പോ ചിലപ്പോൾ കോഴിക്കോട് പോവാണ്, അപ്പൊ അവിടെ അവരും എന്നെ വിളിക്കാൻ വിട്ടുപോയി, ഞാൻ പകുതിക്ക് എത്തുമ്പോഴായിരിക്കും പറഞ്ഞത് അയ്യോ ഞാനിന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാല് ആ ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്തു, വേസ്റ്റ് ആയി. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ടു ഡു ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഇന്നതാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് കൺഫേം ആയാൽ ഞാൻ എന്ത് ചെയ്യണം, നന്നായി ഒരുങ്ങണം. ആ ഒരുങ്ങിയാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യില്ല. അപ്ഗ്രേഡ് യുവർ കീ സ്കിൽസ് എന്നുള്ളതാണ്. നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ നോളജ്, നമ്മൾ ഏത് മേഖലയിലാണോ നമ്മൾ ഉള്ളത്, നമ്മൾ ആ നോളജ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു. കാരണം ഒരു ഏത് മേഖലയിലും ഒരു മാസ്റ്റർ ആകാൻ റീസൺ ഭയമായിരിക്കും. കാരണം ഇത് ചെയ്താൽ തെറ്റും എന്നുള്ളത്. അതിന് ഏറ്റവും വലിയ വഴി എന്താണ്, നമ്മള് പറയാറുണ്ട് ചിലപ്പോഴൊക്കെ നമ്മള് ഇരുട്ടത്തൊക്കെ ചിലപ്പോ കയറ് കണ്ടാലും പാമ്പാണ് എന്നൊക്കെ ഇതാകും അല്ലെ. ആ ലൈറ്റ് ഇടുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക ഈ സാധനം എന്താണ്, പാമ്പല്ല, കയറ് മാത്രമായിരുന്നു. അപ്പൊ അത് ഉണ്ടാകും നമ്മുടെ അറിവുകൾ, നമ്മള് നോളജുകൾ നമുക്ക് പലപ്പോഴും കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ദിവസവും 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ഏത് 1 അവർ, പിന്നീട് നിങ്ങൾക്ക് വല്ല വെബിനാറുകളോ സെമിനാറുകളോ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. പിന്നീട് നിങ്ങൾ അമേരിക്കയിലായതുകൊണ്ടായിരിക്കാം കാരണം നിങ്ങൾ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതുമായി ഓഡിയോസ് ഒക്കെ കേൾക്കുക. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ നിരന്തരം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ മേഖലയിൽ ഒരു മേഖലയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ മേഖലയുടെ എക്സ്പേർട്ടുകളാകും. ആ മേഖലയിൽ എക്സ്പേർട്ട് ആകാം. ആ മേഖലയിൽ എക്സ്പേർട്ടുകളായാൽ എന്താ ഗുണം, നമ്മളിപ്പോ ഒരു സാധാരണ ഒരു ജനറൽ മെഡിസിന്റെ അടുക്ക പോയാലും ഒരു കാർഡിയോളജിസ്റ്റിന്റെ അടുക്ക പോകുമ്പോഴും രണ്ടിന്റെയും ഫീസ് മാറ്റമാണ് അല്ലെ. ജനറൽ മെഡിസിന് അത്രക്കൊന്നും കൊടുക്കേണ്ടി വരില്ല. പക്ഷെ കാർഡിയോളജിസ്റ്റോ അല്ലെങ്കിൽ എല്ലിന്റെ വിദഗ്ധൻ അവരുടെ ഒക്കെ പോകുമ്പോൾ അതിലൊരു സ്പെഷ്യലൈസ് ആയതുകൊണ്ട് അങ്ങനെയുള്ളവരെ അവരുടെ ഒക്കെ പോവുള്ളൂ. പോയാൽ തന്നെ നല്ല ചാർജ് വാങ്ങാനും പറ്റും. നമ്മളുടെ മേഖലയിൽ സ്പെഷ്യലിസ്റ്റ് ആകാൻ വേണ്ടി ഈ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി പുട്ട് ദ പ്രഷർ ഓൺ യുവർ സെൽഫ്. നമ്മൾ തന്നെ ചിലപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചില ഡെഡ് ലൈനുകൾ നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി പാടും. കാരണം ഇന്ന ദിവസം കൊണ്ട് ഗവൺമെന്റിന്റെ അല്ലെ എക്സ്റ്റേണൽ ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചില ഡെഡ് ലൈനുകൾ നമ്മൾ ഫിക്സ് ചെയ്യാം. നമ്മൾ ആ ഡെഡ് ലൈനുകൾ ഫിക്സ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, ആ ടു ഡു ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു ഇന്ന് ഇതിന് ഗോൾസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ 2 മാസം കൊണ്ട് സ്പെസിഫിക് ആവണം.
എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. 2 മാസം കൊണ്ട് ഞാൻ 5 കിലോ കുറക്കുന്നു. തന്നെ എനിക്കൊരു പ്രഷറൊക്കെ കൂടി രാവിലെ എണീച്ച് വാക്കിങ്ങിന് പോകുന്നു. അപ്പൊ നമ്മൾ നമുക്ക് പ്രഷർ ചെയ്യുകയാണെങ്കിൽ ചെറിയ ചെറിയ പ്രഷറൊക്കെ ഒന്നും ആരും പ്രഷർ ചെയ്തിട്ടില്ലെങ്കിൽ ചിലവരെന്ത് ചെയ്യും, ഒന്നും വർക്കൊന്നും ചെയ്യില്ല. നമ്മൾ തന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് തന്നെ ഒരു പ്രഷർ കൊടുക്കാം എന്ന് പറയുന്നു. പുട്ട് ദ പ്രഷർ ഓൺ യുവർ സെൽഫ് and get out the technological time sinks. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ടെക്നോളജിനെ ഒരിക്കലും കുറ്റമല്ല പറയുന്നത്, പക്ഷെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, നമ്മൾ ടെക്നോളജിന്റെ അടിമയാകാൻ വേണ്ടി പാടില്ല എന്നുള്ളത് നമുക്ക് ആവശ്യമാണ്. ടെക്നോളജി ഇന്ന് ചാറ്റ് GPT പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ഇന്ന് വൈകുന്നേരമായിട്ട് ഏതൊരു ഇതിൽ കണ്ടു 1ാം ക്ലാസ്സുകാരൻ മൊബൈൽ കിട്ടാതെ ആത്മഹത്യ ചെയ്തു കുളിമുറിയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹം എത്രത്തോളം ഇതിന്റെ അടിമയായി എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. അപ്പോ തീർച്ചയായിട്ടും ടെക്നോളജി ആവശ്യമാണ്. പക്ഷെ ടെക്നോളജിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടെക്നോളജിന്റെ അടിമയാണ്. നമുക്ക് എന്താണോ ടെക്നോളജിന്റെ അടുത്ത് വേണ്ടത് അത് നമ്മൾ ടെക്നോളജിന്റെ എടുക്കുക. അല്ലാണ്ട് ഒരു യൂട്യൂബ് കാണണം എന്ന് വിചാരിച്ച് നമ്മൾ 2-3 മണിക്കൂറൊക്കെ, ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കാണാന്നായിരിക്കും നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കയറിയിട്ടുണ്ടാവുക. പക്ഷെ അത് അവസാനിക്കുന്നത് ചിലപ്പോൾ 3 മണിക്കൂറും 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം. ആ 4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും, നിരന്തരം ഈ മൊബൈലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നവര് സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോ വല്ലാണ്ട് ചീത്ത പറയല് ഇവരെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ആ ഒരു 2 മണിക്കൂർ നമ്മൾ പുസ്തകമൊക്കെ വായിക്കുകയാണെങ്കിൽ നമ്മൾ മൈൻഡ് കാമാകും. ഇതിന് പകരം നമ്മൾ രണ്ടും നേടുന്നത് ചിലപ്പോൾ ഒരേ അറിവ് തന്നെ ആയിരിക്കാം. യൂട്യൂബ് കണ്ടാലും നമ്മൾ ചിലപ്പോൾ കാണുന്നത് ചിലപ്പോൾ നല്ല മോട്ടിവേഷൻ വീഡിയോസും പിന്നെ അങ്ങനെയൊക്കെ ആയിരിക്കാം. നമ്മൾ അതേസരം നമ്മളൊരു 2 മണിക്കൂർ പുസ്തകം വായിക്കുന്നതും 2 മണിക്കൂർ മോട്ടിവേഷൻ വീഡിയോസും കണ്ടാലും, കാരണം നമുക്ക് ഒരുപാട് ദേഷ്യം നമ്മൾ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും. ഈ ന്യൂസുകളൊക്കെ അധികം കാണുന്ന പലരും കേബിളൊക്കെ മാറ്റി എല്ലാം മൊബൈലിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അവരുടെയൊക്കെ സ്വഭാവം നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേഗം ടെമ്പർ വരും, ഒന്നും ഇത് ചെയ്യാനില്ല, ടോളറൻസ് അത് ഭയങ്കര കുറവായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരിക്കലും ഇതിന്റെ അടിമയാകാൻ വേണ്ടി പാടുന്നത്, നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഇത് ആവശ്യമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ കാരണം വാട്സപ്പും ഫേസ്ബുക്കും പാടില്ല, ഇതിന്റെ ഉടമയാകാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ പറയാ പറയുന്ന സംഭവങ്ങളൊക്കെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് 30 മിനിറ്റ് മുമ്പ് നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ വൈ പറയണം. രാവിലെ അതൊക്കെ നമ്മൾ, കാരണം നമ്മൾ എന്ത് വെച്ചാണോ നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോകുന്നത് അത് നമ്മൾ പിന്നെ രാത്രി കുറെ പിന്നെ മോശം വാർത്തകളും ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടാണ് നമ്മൾ ഉറങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടാവില്ല. കാരണം രാത്രി മുഴുവൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചിലപ്പോൾ ഇതിനെപ്പറ്റി ആയിരിക്കാം ചിന്തിച്ചിട്ടുണ്ടാവുക. അപ്പൊ കഴിയുന്നതും രാത്രി ഉറങ്ങാനൊക്കെ പോകുമ്പോൾ നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ച് കിടക്കുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻസോ അങ്ങനെയൊക്കെ ചെയ്ത് കിടക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മളെ പ്രഭാതങ്ങൾ പലപ്പോഴും നമ്മള് പ്രഭാതങ്ങളെ പറ്റിയാണ് നമ്മൾ അധികം ചിന്തിക്കാറ്. മോർണിംഗ് മിറാക്കിൾസ് നമ്മൾ ശീലങ്ങൾ നമ്മൾ രാവിലെയാണ് ചെയ്യുന്നത്. പക്ഷേ ഉറങ്ങുന്നതിന് മുമ്പാണ് നമ്മൾ ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത് എങ്കിൽ നിങ്ങളുടെ പ്രഭാതങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്താകും, നന്നാകും. കാരണം രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളൊക്കെ വെച്ചാണ് നിങ്ങൾ ഉറങ്ങുന്നതെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാനുള്ള ഒരു ബോധം ഉണ്ടാകും, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഒരു ബോധം ഉണ്ടാകും. രാത്രി മുഴുവൻ ഇങ്ങനെയുള്ള ക്രൈമിന്റെ വീഡിയോസും അല്ലെങ്കിൽ ന്യൂസും ഒക്കെ കേട്ടാണ് നമ്മൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യാമെന്ന് കരുതുമ്പോൾ ആദ്യം അതിന്റെ എക്സ്ക്യൂസ് തരും, ഇത് നിനക്ക് കഴിയുന്നില്ലല്ലോ, ക്ഷീണല്ലേ, നീ കുറച്ച് റെസ്റ്റ് എടുക്കും എന്ന് പറയും. അപ്പോൾ തീർച്ചയായും നമ്മളെ രാവിലെ നന്നായി ഉപയോഗിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ഡേ നമ്മൾ നന്നായി ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ രാത്രികൾ വളരെ മനോഹരമാക്കണം. നല്ല നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഉറങ്ങുക, അതുപോലുള്ള പുസ്തകങ്ങൾ വായിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഉഷാറാക്കാൻ വേണ്ടി പറ്റും നമ്മളുടെ നെക്സ്റ്റ് ഡേ. അതുപോലെ തന്നെ സ്ലൈസ് ആൻഡ് ഡൈസ് ദ ടാസ്ക്. നമ്മുടെ പല ജോലികളും നമ്മൾ മാറ്റി വെക്കാനുള്ള ഒരു പ്രധാന കാരണം ആ ജോലി തുടങ്ങുമ്പോൾ ഭീകരമായിരുന്നു. ഇത് ഇന്ന് ഉച്ചക്കൊക്കെ ഇന്ന് ഉച്ചക്ക് തുടങ്ങിയാലൊന്നും നടക്കൂല, അത് 2 ദിവസം വേണ്ട ജോലിയാണ്. ഏതായാലും നാളെ രാവിലെ തുടങ്ങാം ഒന്ന് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യും, അപ്പൊ മാറ്റി വെക്കും. നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അയ്യോ അത് വലിയ പണിയാണ്, അത് അതിന് ഒരുപാട് സമയം എടുക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രധാനപ്പെട്ട ജോലികൾ നമ്മൾ മാറ്റി വെക്കാറുണ്ട്. അതിന് പകരം നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ആ ജോലിയെ വിഭജിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വലിയ പല ജോലികളും നമുക്ക് എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്നത്.
ഇപ്പം ഞാൻ എൻ്റെ ഒരു മേഖലയെ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു കമ്പനിയുടെ ഫൈനലൈസേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ ഫൈനലൈസേഷൻ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ചിന്തിക്കുന്നത് ഫൈനലൈസേഷൻ ഇങ്ങനെ ഒരു 5-8 മണിക്കൂർ എടുക്കും, ഒരു 2 മണിക്കൂറിൽ ഉള്ളൂ, ഇനി നാളെ നോക്കാം എന്ന് പറയും, നാളെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇന്ന് 2 മണിക്കൂർ കൊണ്ട് എനിക്ക് ചിലപ്പോൾ 2 കാര്യങ്ങൾ, ഒരു 2 ലെഡ്ജർ എനിക്ക് നോക്കാൻ പറ്റുവാണെങ്കിൽ നാളെ ഞാൻ എന്ത് ചെയ്യും, ഒരു 2 മണിക്കൂർ വെച്ച് എനിക്ക് ഇന്ന കാര്യങ്ങൾ നോക്കാം, ബാങ്കിന്റെ കാര്യങ്ങൾ നോക്കാം 2 മണിക്കൂർ കൊണ്ട്. അങ്ങനെ ഞാൻ ആ ജോലിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ജോലി വളരെ വേഗത്തിൽ നമ്മൾ ചെയ്യും. ഇത്രയേ ഉള്ളൂ അല്ലെ. കാരണം നമുക്ക് അത്തരം ഒരു ആവേശമൊക്കെ വരും, ഈ പകുതി ആയല്ലോ ഇനി ബാക്കി ഇത്രയേ ഉള്ളൂ നമ്മളെ മനസ്സ് പറയും. അല്ലെങ്കിൽ അത് തുടങ്ങിയില്ലെങ്കിൽ അതൊരു ഭീകര രൂപമായിട്ട് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ വലിയ ജോലികളൊക്കെ നമ്മൾ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് മാറ്റുക. ചെറിയ ചെറിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കോംപ്ലിമെന്റ് ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും. ഇത്രയും കിട്ടല്ലോ ഇതൊക്കെ കരുതിയിട്ട് ഇത്തരം വർക്കൊക്കെ ചെയ്ത് ഒരു ബിരിയാണിയൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുക. അല്ലെ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം, ഒരു ഡ്രസ്സ്, ഷർട്ട്, വലിയ ജോലികളൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇതൊക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്കത് ചെയ്യാനുള്ള ഒരു ആവേശം ഉണ്ടാകും. അപ്പൊ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം, വലിയ ജോലികൾ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുകയാണെങ്കിൽ നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ആ സാധനത്തിന് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത്രയാണ് എനിക്ക് ഈ ഒരു പുസ്തകത്തെ പറ്റി പറയാനുള്ളത്. ഇനിയും കുറച്ച് നല്ല കാര്യങ്ങൾ കൂടി അതിലുണ്ട്. തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ഈറ്റ് ദാറ്റ് ഫ്രോഗ്. ഞാൻ എനിക്കൊന്നൊരു 10 സെഷനെങ്കിലും ഈ പുസ്തകത്തിനെ ബേസ് ചെയ്ത് ഞാൻ ചെയ്തിട്ടുണ്ടാകും. വളരെ മനോഹരമായ ഒരു പുസ്തകം, തീർച്ചയായും വായിക്കണം. ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സംസാരിക്കാം. വളരെ നല്ല ക്ലാസ്സാണ് സാറേ. നമ്മള് ഇതുപോലൊന്നും പ്രവർത്തിക്കുന്നില്ല, അതാണ് നമുക്ക് വരുന്ന പരാജയം. ടു ഡു ലിസ്റ്റ് തന്നെ ഭയങ്കര ഒരു അല്ല, ഞാൻ ഈ പിന്നെ സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്നവര് തീർച്ചയായിട്ടും പ്രിയാങ്ക് റസീന്റെ ബുക്ക്, എല്ലാ ബുക്കുകളും വായിക്കണം എന്ന് പറയും. കാരണം അദ്ദേഹത്തിന്റെ സൈക്കോളജി ഓഫ് സെയിൽസ് എന്നൊരു പുസ്തകം കൂടിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചാല് നമ്മളെ ഒരു കൊമേഴ്ഷ്യൽ മേഖലയിൽ പോകുന്നവർക്ക് വളരെ മനോഹരമാണ്, ജോലി ചെയ്യുന്നവർക്ക്. ഇതൊക്കെ പിന്നെ വേറെ തന്നെ ഒരു പുസ്തകമുണ്ട്, ഗെറ്റ് സ്മാർട്ട് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രിയാങ്ക് റസീന്റെ വേറൊരു ബുക്കാണ് മാസ്റ്റർ യുവർ ടൈം മാസ്റ്റർ യുവർ ലൈഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പറ്റുമെങ്കിൽ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, ജോലിയൊക്കെ ചെയ്യുന്നവർ, മാനേജ്മെന്റ് മേഖല അങ്ങനെയൊക്കെ ഉള്ളവർ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കുന്നതാണ്. ഓക്കെ, നിരന്തരത്തിനൊക്കെ അത് വളരെ ഗുണം ചെയ്യും, ഉറപ്പ്. ചെയ്യാം സാറേ, ചെയ്യാം. കാരണം നമ്മളെ അലസമായി ഇരിക്കാൻ ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നമ്മളെ ഇതാക്കൂല, പ്രേരിപ്പിക്കൂല, വർക്കുകൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ആളാണ്. പിന്നെ ഫോണിൽ അഡിക്ഷൻ അത് ഭയങ്കരമാണ്. നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാല് ഫേസ്ബുക്ക് വാട്സാപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടൈം പോണത് അറിയത്തില്ല. അതൊരു വലിയൊരു പോരായ്മയാണ്. അറിയാമെങ്കിലും അങ്ങനെ പറ്റൂല. അല്ല, ഇന്ന് എന്തോ ഒരു ന്യൂസ് കണ്ടു, ഭയങ്കര സങ്കടം തോന്നി. കാരണം അത്രക്ക് ചെറിയ കുട്ടികളൊക്കെ ഇത്രയും ടെക്നോളജിന്റെ എഡിക്റ്റ് ആയില്ലേ എന്നുള്ള ഒരു ഇതായിട്ട്. അതായത് നമ്മളെ ഇത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ കുടുംബത്തോട് നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. കാരണം അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അവരുടെ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർക്ക് രക്ഷിതാക്കളെ കിട്ടുന്നില്ല. കാരണം അപ്പൊ തീർച്ചയായിട്ടും അവരെ കൂടി ഇരിക്കുക, അവരെ പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കാം, ഇവിടെ സംസാരിക്കുക, അതാണ് ഇമ്പോർട്ടന്റ്. കുട്ടികൾക്കും അത് തന്നെയാ. കൊച്ചു കുട്ടികൾ മുതല് ഫോണില്ലാതെ കൊണ്ട് ഭക്ഷണം ഇറങ്ങത്തില്ല. അതെ. ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഫോൺ കയ്യിൽ വേണം. അല്ല, അതിലൊരു പരിധിവരെ നമുക്കും റോൾ ഉണ്ട്. നമ്മളും അവരെ മുമ്പിൽ നിന്ന് തന്നെയാണ് കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതില് നമ്മളുടെ നാരായണമൂർത്തി, പിന്നെ ഇൻഫോസിസിന്റെ മുൻ ചെയർമാൻ, അദ്ദേഹത്തിന്റെ മകൾക്ക് എഴുതിയൊരു വളരെ മനോഹരമായ ഒരു കത്തുണ്ട്. കാരണം നീയും പിന്നെ നിന്റെ ഏട്ടനും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും എന്റെ ഭാര്യ സുധാമൂർത്തി നമ്മൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പുസ്തകങ്ങൾ വായിക്കാറാണ് പതിവ്.
കാരണം ഉം. അതാണ് അവർ കണ്ടു പഠിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അവരോട് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ മുമ്പിൽ നിന്നിട്ട് മൊബൈൽ നോക്കുക. അപ്പൊ അവര് ചോദിക്കുന്നത് നമ്മളെന്താ ചെയ്യേണ്ടതെന്നാണ് അവർ തിരിച്ച് നമ്മളോട് ചോദിക്കുന്നത്. കാരണം നിങ്ങളുടെ അച്ഛനും അമ്മയും മൊബൈലിൽ ഫുള്ളാകുമ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കുട്ടികളുടെ മുമ്പിലുണ്ട്. കാരണം അവരൊറ്റ തീർച്ചയായിട്ടും മൊബൈല് നമ്മളും എന്ത് ചെയ്യണം, അവരുടെ കൂടെ കുറച്ച് സമയം ഇരിക്കണം. അവർക്ക് പറയാൻ അത് നിങ്ങൾ കുട്ടികളെ പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷന്റെ കുട്ടികളോട് നിങ്ങൾക്ക് 10 മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് അറിവ് അവരുടെ നമുക്ക് കിട്ടാനാണ്. അതാണ് വളരെ ഇമ്പോർട്ടന്റ്. കാരണം എഐനെ പറ്റിയായ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നമുക്ക് ഒരുപാട് അപ്പൊ അത്യാവശ്യം കുറച്ച് സമയമെങ്കിലും അവരെ കൂടി ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് നമുക്ക് അവരുടെ പേഷൻ, അവർ ഏത് മേഖലയിലാണ് പോകേണ്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുക. ഇതൊന്ന് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ പലപ്പോഴും പുറത്തുള്ള കാര്യങ്ങൾ മാത്രമേ മാറ്റാൻ നോക്കുന്നുള്ളൂ. ലഹരി ഇപ്പൊ എല്ലാവരും അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് സംഭവിക്കുന്നതായും എനിക്ക് തോന്നുന്നു ഓവറായിട്ട് നോക്കുന്നില്ല. അത് നമ്മൾ കുടുംബത്തിൽ തന്നെ നമ്മൾ ചെയ്യണം. സുനിൽ സാറുണ്ട്. സുനിൽ സാറ് എന്തെങ്കിലും പറയാനുണ്ടോ? വിൻസെന്റ് സാർ? സാറേ ഞാൻ ഇപ്പോഴാണ് കയറിയത്, 5 മിനിറ്റ് മുമ്പാണ് കയറിയത് സാറേ. ഓക്കെ 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 ഞാൻ യാത്രയിലാണ്. ഓക്കെ സാർ. ഓക്കെ. ബൈജു സാറേ നമസ്കാരം. ഞാൻ ഓൾറെഡി ഈ പുസ്തകം പ്രിയങ്കയാണ്. ഹലോ പ്രിയങ്ക പറ. കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ഓൾറെഡി ഞാൻ ഈ പുസ്തകം ആ. വായിച്ചത് കൊണ്ട് ഒന്നുകൂടെ എന്താ പറയണ്ട, ഒരു 5-6 മാസമായി ഈ പുസ്തകം വായിച്ചിട്ട്. അപ്പൊ ഒന്നും കൂടെ ബുക്ക് വായിച്ച ഒരു പ്രതീതി തന്നെ എനിക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പോ വായിക്കാത്തവര് നമ്മുടെ ജീവിതത്തിന്, ഒരു ദിവസത്തെ ജീവിതത്തിന് അല്ലെങ്കിൽ ഒരു മാസത്തെ ജീവിതത്തിന്, ഒരാഴ്ചത്തെ ജീവിതത്തിനൊക്കെ നമുക്ക് എങ്ങനെ ചിട്ടപ്പെടുത്തി എടുക്കാം എന്നുള്ള വളരെ മനോഹരമായ കുറെ പോയിന്റ്സ് ആണ് ഈ ഒരു പുസ്തകത്തിൽ തന്നിട്ടുള്ളത്. അപ്പോ മാനേജ്മെന്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ മാത്രമല്ല, ഒരു വീട്ടമ്മയായാലും 1 മണിക്കൂർ നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യണം. ഇപ്പോ സാറ് പറഞ്ഞ ഒരു അടുക്കളയിൽ നമ്മളൊരു സാമ്പാർ കറി വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ എന്ന് വെച്ചാല് ഒരു പേഴ്സൺ എങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളെയും എത്രമാത്രം പ്രിപ്പയർഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ അതിന് എത്രമാത്രം സക്സസ് ആവും, എത്രമാത്രം അതിന്റെ ടൈം നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാം, ഇതൊക്കെ ഈ ഒരു ബുക്കിലൂടെ നമുക്ക് കിട്ടി. പിന്നെ ഒരു ബുക്ക് റിവ്യൂവിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഒരു ബുക്ക് റിവ്യൂ നമ്മൾ കേൾക്കുമ്പോൾ അതിന് നമ്മുടെ മനസ്സിലൂടെ കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ ബുക്ക് വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടെ നമ്മളിലേക്ക് വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു ക്ലാസ് കേട്ട 1-2 പേരെങ്കിലും ഇതിന്റെ മലയാളം വേർഷൻ ഉണ്ടോ, അതെവിടെയാ കിട്ടുക, ഒന്നുമില്ലെങ്കിൽ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് എനിക്ക് തോന്നുന്നത് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒന്ന് സെർച്ച് ചെയ്യും. ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്യും ഈ പുസ്തകം ഉണ്ടോ എന്നുള്ളത്. അത് കൂടാണ്ട് നമ്മൾ എഴുതി വെച്ച പോയിന്റിലൂടെ നമ്മളൊന്ന് പോകും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും നാളെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ആക്കിയാൽ കുറച്ചും കൂടെ എഫക്റ്റ് അല്ലേ നമുക്ക് എന്നുള്ളൊരു തോന്നൽ വരും. അതാണ് ഈ ബുക്ക് റിവ്യൂവിന്റെ ഏറ്റവും നല്ലൊരു പോസിറ്റീവ് വശം. ഇത് വായിക്കാൻ മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനുള്ളൊരു ടെൻഡൻസി കൂടെ ഈ ഒരു ബുക്ക് റിവ്യൂയിലൂടെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ എടുക്കാം, പ്രത്യേകിച്ച് മോട്ടിവേഷണൽ ബുക്സ് ഒക്കെ എടുക്കുമ്പോൾ അത് നമുക്ക് മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ട്, ഇതിലുള്ള ഏതെങ്കിലും സാറ് പറഞ്ഞ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ഇന്ന പോയിന്റ് എന്ന് പറയുന്നില്ല. ഇപ്പൊ കുട്ടികൾ തന്നെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാൻ മടിക്കുമ്പോൾ ആദ്യം നമുക്ക് വിഷമുള്ള തവള അല്ലെങ്കിൽ വൃത്തികെട്ട തവളേനെയാണ് ആദ്യം കഴിക്കേണ്ടത്, തിന്നേണ്ടത് എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമുള്ള കാര്യമാണ് ആദ്യം ചെയ്ത് തീർക്കേണ്ടത് നമ്മളെ ലൈഫിന്. സാധാരണ നമ്മൾ എപ്പോഴും കുട്ടികൾ ഇപ്പൊ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ വിഷമുള്ള സബ്ജക്ട് എപ്പോഴും മാറ്റി വെക്കും. അത് പിന്നെ പഠിക്കാം. അത് അവരിലുള്ള പേടിയാണ്. പക്ഷെങ്കിൽ ഇഷ്ടമുള്ള സബ്ജക്ട് പഠിക്കുമ്പം ഞാൻ ആ ഫിസിക്സിനെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ഉള്ളിലുള്ള ഒരു തോട്ട് നമ്മളിൽ എപ്പോഴും നമ്മളിങ്ങനെ ഹൊറർ ചെയ്യും, ഹോണ്ട് ചെയ്തുകൊണ്ട് പോകും. അത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നന്നായി ഇഷ്ടമുള്ള സബ്ജക്റ്റിനെ നന്നായി പഠിക്കാൻ പറ്റുന്നുണ്ടോ? അതില്ല. എന്നാൽ ഈ മാറ്റിവെച്ച സബ്ജക്റ്റിനെടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ? അതും പറ്റുന്നില്ല. അപ്പൊ ആ ഒരു ഇഷ്ടമില്ലാത്ത
തവളേനെ ആദ്യം തന്നെ നമ്മളെ കൺമുന്നിൽ നിന്ന് ഒഴിവാക്കി അത് നമ്മളെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോ അതൊക്കെ ഇപ്പൊ ഈ കേട്ടവർക്ക് അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് നിത്യജീവിതത്തിൽ അത് ഉപയോഗിക്കാം. ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യുമ്പം ഒരാൾ അല്ലെ ഇത്രയും ഫോർ എക്സാമ്പിൾ ചെറിയൊരു കാര്യം എടുക്കാൻ നമ്മളിപ്പം നമ്മള് കുറെ കാലമായിട്ട് മിണ്ടാതെ നിൽക്കുന്ന ഒരു വ്യക്തി നമ്മൾ കാണുമ്പോൾ ഇനിയും അവരെങ്ങനെ അവരോടേക്ക് അവരോടൊന്ന് മിണ്ടി കഴിഞ്ഞാലോ, അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് വരാൻ ലൈഫില്. അപ്പൊ വളരെ എന്താ പറയണ്ടേ മോട്ടിവേഷൻ ആയ ഒരു ബുക്ക് വായിച്ചപ്പോഴേ ഞാൻ ഇത്രയിലൂടെ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ബുക്ക് ഇന്ന് ബൈജു സാറിന്റെ എന്താ പറയണ്ട ഇതിലൂടെ കേട്ടപ്പോൾ റിവ്യൂലൂടെ കേട്ടപ്പോൾ ഒന്നും കൂടെ ഞാൻ ആ ബുക്കിലേക്ക് പോയി. അന്ന് എന്റെ മനസ്സിൽ തട്ടാത്തതും ചിന്തിക്കാത്തതുമായ ഒരുപാട് തോട്ട് പ്രോസസ് എന്റെ മനസ്സിൽ വന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. സമയം ഏകദേശം 1 മണിക്കൂർ ഇനി 57 മിനിറ്റായി. 2-3 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ 1 മണിക്കൂറിനുള്ളിൽ ഒരുപാട് തോട്ട് പ്രോസസ്സിലേക്ക് പോയി എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പോ താങ്ക് യു. ഇനിയും ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ Thank you. വായിക്കാനും അതിന് റിവ്യൂ പറയാനും ഒക്കെ കഴിയട്ടെ എന്ന് ഉള്ളത് ഒന്നും കൂടെ സാറ് മനസ്സിലൊന്ന് നന്നായി വിലയിരുത്തി ഇതുപോലുള്ള പുസ്തകങ്ങൾ തന്നെ മോട്ടിവേഷണൽ പുസ്തകങ്ങൾ തന്നെ മറ്റുള്ളവർക്ക് ഒന്നും കൂടി ഈ ഒരു രീതിയിൽ കൊണ്ടുപോയാൽ വളരെ നന്നായിരിക്കും. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു പ്രിയങ്ക. ഇതിലൊരു Thank you, madam. കാര്യം എന്ന് വെച്ചാല് മാഡം പ്രിയങ്ക പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മളുടെ എല്ലാ ലൈഫിലും ഞാൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരം എല്ലാവർക്കും വായിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ടീച്ചർ ആയതുകൊണ്ടായിരിക്കാം ആ വ്യൂവിലും പ്രിയങ്ക കണ്ടത്. താങ്ക് യു. കാരണം അതിന്റെ ഒരു വ്യൂ കൂടി എടുത്തു എന്നുള്ളത് ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം അല്ലെ. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. Thank you, sir. Thank you. ഓക്കെ.